ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഈ നായ്ക്കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു 3 മാസം പ്രായം എന്നൊക്കെ പറയുമ്പോൾ തീരെ കുഞ്ഞാണ്. എന്തിനാണ് അത്തരം ഒരു മിണ്ടാപ്രാണിയോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നത് എന്നതാണ് ആദ്യത്തെ സംശയം. എന്താണ് ഇതിന് പിന്നിൽ സംശയിക്കുന്ന കാര്യങ്ങൾ? ഈ കുടുംബപരമായുള്ള തർക്കമോ അങ്ങനെ എന്തെങ്കിലും ആണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, ഞാനിപ്പോഴുള്ളത് പുത്തൻകുരിശ് നയനയുടെ വീട്ടിലാണ്. നയനയുടെ വളർത്തുമൃഗമാണ് 3 മാസം മാത്രം പ്രായമുള്ള പൂപ്പി. നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാണാം, ഈ പൂപ്പിൻ്റെ കൂടിനടുത്ത് ഒരു വെള്ള ലായനി, ഒരു വെള്ളപ്പൊടി പോലെ ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇവർ പറയുന്നത് ഇതിന് മുമ്പ്, നേരത്തെ ഈ സംഭവം നടക്കുന്നതിന് മുൻപ് ഇവിടെ ഇത്തരത്തിലൊരു പാടൊന്നും ഉണ്ടായിരുന്നില്ല. രാസലായനിയുടെ അവശിഷ്ടമാകാം എന്ന കാര്യമാണ് ഇവർ കുടുംബം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അത് പോലീസൊക്കെ എത്തി പരിശോധിക്കുന്നതിന് വേണ്ടി അവരിവിടെ വൃത്തിയാക്കാതെ അതുപോലെ തന്നെ ഇട്ടിരിക്കുകയാണ്. പൂപ്പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ വിഷമിപ്പിക്കുന്നതാണ്. കാരണം അത് കയ്യിൽ അധിക നേരം എടുത്തു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ, അധികം വേദന കാരണം അത് കരയുകയാണ്. ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലെയാണ് അതിനെ കിടത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഭയങ്കര മനസ്സ് വേദനിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ മുഖത്തും കണ്ണിലുമൊക്കെ ഇതിൻ്റെ പാടുകളുണ്ട്. കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ഭാഗികമായും പൂർണ്ണമായും, ഒരു കണ്ണ് പൂർണ്ണമായും ഒക്കെ കാഴ്ച നഷ്ടപ്പെട്ട സാഹചര്യമാണ്. നമ്മളോടൊപ്പം നയനയും മകനും ചേരുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ അതിൻ്റെ കൂടെയാണ് കളിക്കുന്നത്. അതൊക്കെ വലിയ വിഷമത്തിലാണ് 2 കുട്ടികളും. നയനോട് തന്നെ ചോദിക്കാം. ആ കുടുംബവും ഏറെ വേദനയോടുകൂടി തന്നെയാണ്. നയന, എന്തായിരുന്നു സംഭവിച്ചത്? ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല. കൊച്ചുകൾക്ക് സുഖമില്ലാന്നും പറഞ്ഞ് മിസ്സുമാർ സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പോയി. അപ്പോൾ അവർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇവിടെ വടകൂട് ആശുപത്രിയിൽ ഒബ്സർവേഷനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 5 മണിയായപ്പോഴാണ് വീട്ടിലെത്തിയത്. എൻ്റെ ഹസ്ബൻഡും പപ്പയൊന്നും സ്ഥലത്തുണ്ടായിരുന്നില്ല. അവരൊക്കെ അവരുടേതായ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പപ്പ ഇടുക്കിയിലായിരുന്നു. അമ്മ ഉച്ചയ്ക്ക് കമ്പനിയിൽ, ഇവിടെ ഒലാം കമ്പനിയിലാണ് പോണത്. അപ്പോൾ പോകാൻ നേരം പട്ടിക്കുഞ്ഞിനെ കൂട്ടിൽ പൂട്ടിയിട്ടിട്ട്, ഗേറ്റും പൂട്ടിയിട്ടിട്ട് പോയിന്ന് എനിക്ക് വോയിസ് അയച്ചു. കാരണം അവന് കുഞ്ഞായതുകൊണ്ട് ഗേറ്റിൻ്റെ ഇടവഴി ചാടി പോകാതിരിക്കാൻ വേണ്ടി കട്ട വെച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും വന്ന് ഗേറ്റ് തുറന്ന് വല്ല പോസ്റ്റ്മാനെ വന്നാൽ പോവാതിരിക്കാൻ വേണ്ടി കൂട്ടിലിട്ടിട്ടാണ് പോയെന്ന് വോയിസ് അയച്ചിട്ട് അമ്മ കമ്പനിയിൽ പോയി. ഞങ്ങൾ പിള്ളേരുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഇവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ ഇവന് ഇങ്ങനെ ഒരു രൂപത്തിലായിരുന്നു. ഒരു ഭീകരാവസ്ഥയായിരുന്നു അത്. എനിക്കത് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. പിന്നെ എന്താ പറ്റിയെന്ന് നമുക്ക് അറിയില്ല. ആ സമയത്ത് അവന് എന്തോ അറ്റാക്ക് ചെയ്തു എന്നറിയാം. അടിച്ചതാണോ വല്ല പട്ടിയോ വേറെ വലിയ പട്ടിയൊക്കെ വന്ന് മാന്തിയതാണ്. അതിൻ്റെ കുഞ്ഞല്ലേ, അപ്പോൾ എന്തെങ്കിലും പാമ്പോ പട്ടിയൊക്കെ അറ്റാക്ക് ചെയ്തതായിരിക്കും, അങ്ങനെയായിരിക്കും എന്ന് ഓർത്തിരുന്നു. ഒരു മനുഷ്യൻ ചെയ്തതാണോ എന്ന് നമുക്ക് അന്നേരം ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഒന്നെങ്കിൽ അവരാരെങ്കിലും തല്ലിയതാകാം. അങ്ങനെ കൂട്ടിയിട്ടേക്കണേനെ കൂട്ടിലിട്ട് തല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഹെൽപ്പിന് വേണ്ടി പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. സാർ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ഇത് കണ്ടു എന്ന് പറഞ്ഞു. കാരണം അതും ഒരു നിയമവശമായിട്ട് പോകുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ളൊരു അവകാശമല്ലേ. അപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോകും. അവർ വന്ന് ഒരു അടുത്തുണ്ടായിരുന്നതുകൊണ്ട് അവർ വന്നിട്ട് പറഞ്ഞു അതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തുണ്ടായിരുന്ന ഫെലിക്കൻ ഹോസ്പിറ്റലായിരുന്നു. അവരവിടെ വന്ന് തന്നെ അവനെ മാക്സിമം നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തു. അത് ലാബ് ടെസ്റ്റിലാണ് അറിയണത് ഇതെന്തോ കെമിക്കൽ തന്നെയാണെന്ന് പറഞ്ഞു. വെച്ചാൽ വെള്ളമൊന്നുമല്ല, കെമിക്കൽ എന്തോ വീണതാണ്. കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട്. ഒരു കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ടുള്ളൂ. ചെവിക്കാണെങ്കിലും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? അവർ ആ ഡോക്ടർ വായ പൊളിച്ച് നോക്കി. അപ്പം അതിൻ്റെ ഞാൻ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ വായും നാക്കും ഒക്കെ പൊള്ളിയിട്ടുണ്ട്. അപ്പം അത് ഇൻറ്റേർണൽ ഓർഗൻസിനെ, ത്രോട്ടടക്കം ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ട്. ആഹാരം കഴിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് കഴിക്കും. പക്ഷെ അവന് നേരത്തെ പോലെ കഴിക്കുന്നില്ല. വെള്ളമാണേലും വെള്ളം കുടിക്കുന്നുണ്ട്. ചില സമയം ഇങ്ങനെ കുറച്ച് നേരം കിടന്നിട്ട് വെള്ളം കുടിക്കും. പക്ഷെ അവന് നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, കാലിൻ്റെ അടിയൊക്കെ ഇങ്ങനെ വെന്ത് പോലെ നിങ്ങൾക്ക് സ്മെല്ല് തോന്നിയില്ലേ വന്നപ്പോൾ. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് അവൻ. ആരാണ് ഈ ക്രൂരത ചെയ്തതെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഞങ്ങളോട് പേഴ്സണലി നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കണം എന്ന് വിചാരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യണമെന്ന് ഈ പട്ടിക്കുഞ്ഞിനോട് എന്തെങ്കിലും വിരോധമുള്ളവരായിരിക്കാം. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കള്ളന്മാരോ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത്ര കുഞ്ഞിനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് കട്ടുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ കൂട്ടി കിടക്കുന്നതിനെ
ആളില്ലാത്ത സമയത്ത് അങ്ങനെ ഒരു മോഷണ ശ്രമം അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ അങ്ങനെ അങ്ങനെയൊന്നും പോലീസിന് നൽകിയ പരാതിയിൽ ഒരു അയൽവാസിയെ സംശയമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അവരിലേക്ക് സംശയം നീളാനുള്ള ഒരു കാരണം? സംശയം ഉണ്ടെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ അവരുടെ കുഞ്ഞിനെ കടിക്കാൻ ചെന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ 2 മാസമായ കൊച്ച് പട്ടിക്കുഞ്ഞ് കടിക്കാൻ ചെന്നെന്നും പറഞ്ഞ് അവർ കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ കംപ്ലൈൻറ്റ് വരാൻ കുഞ്ഞല്ലേ അവൻ, 2 മാസമായ കുഞ്ഞ് എന്തോരം കാട്ടി നടക്കും. ഒരു 2 വയസ്സുള്ളൊരു കൊച്ചിൻ്റെ പ്രകൃതമായിരിക്കും. അപ്പോൾ അത് കടിക്കാൻ ചെന്നെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അവർ ചെയ്തതായിരിക്കുമോ എന്ന് നമ്മളിങ്ങനെ ഓർത്തു. അറിയില്ല, അതിപ്പോൾ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ എന്താണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്താണ്? പുത്തൻകുരിശ് പോലീസിനാണ് പരാതി നൽകിയത്. ഇന്ന് വിളിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് 10 മണിക്ക് 10:30 10 മണിക്ക് അവരോടും 10:30 ഞങ്ങളോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്താ സംസാരിക്കണേന്ന് വഴി അറിയാം. ആ ഭാഗത്ത് നവമി CCTV അങ്ങനെ എന്തെങ്കിലും? ബാക്കിയുള്ള ചികിത്സയൊക്കെ എങ്ങനെയാണ്? ഡോക്ടർമാരെന്താണ് പറയുന്നത്? പ്രാഥമിക ചികിത്സ എന്ന് പറഞ്ഞോണം അവിടെ ഫെലിക്കണിന്ന് അവർ കൊടുത്തു. പിന്നെ അവർ മെഡിസിനൊക്കെ തന്നിട്ടുണ്ട്, ഒരുവിധം എല്ലാ മെഡിസിനും. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ സെയിം മെഡിസിൻ തന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി. പിന്നെ 1-2 ഓയിൽമെൻറ്റും കണ്ണിലും ചെവിയിലൊക്കെ ഒഴിക്കാൻ, പിന്നെ മുറിവിലൊക്കെ പുരട്ടാനുള്ള കുറച്ചും കൂടി മെഡിസിൻ അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ വീട്ടിൽ CCTV ഇല്ല അല്ല, ഈ ഭാഗത്ത് എവിടെയെങ്കിലും CCTV കിട്ടുന്നുണ്ടോ? നമുക്കിത് ആരാണ്, പോലീസിനായാലും ഒരു തെളിവ് വേണമല്ലോ, ആരാണ് ഇവിടെ ഇത് ക്രൂരത ചെയ്തതെന്ന് കണ്ടെത്താൻ. ഇപ്പോൾ CCTV വല്ലതും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു? സാധാരണക്കാരെ ഒരു വീട്ടിൽ CCTV ഒന്നും അങ്ങനെ ഇല്ലല്ലോ. ഉണ്ടായിരിക്കാം, ഇവിടെ ഇല്ല. പിന്നെ വേറൊരു കുറച്ച് പുറകിലൊരു വീട്ടിലുണ്ട്. പക്ഷെ എന്നാൽ എൻ്റെ വിഷ്വൽസ് ഇവിടം വരെ അങ്ങനെ കിട്ടില്ല. അപ്പോൾ അത് കിട്ടുമെങ്കിലും ഈ വഴി വരെ നമ്മുടെ ഫ്രണ്ടിലത്തെ വഴിയിൽ ആരെങ്കിലും ക്രോസ് ചെയ്ത് വന്നാൽ കിട്ടും. പക്ഷെ അതിനപ്പുറത്തെ തോട്ടത്തിക്കടയൊക്കെ ആർക്കെങ്കിലും കയറി വരുമോ എടുക്കുകയോ ചെയ്യുന്ന വെച്ചാൽ അത് നമുക്ക് അറിയില്ല. അയൽക്കാരോടൊക്കെ അന്വേഷിച്ചു ഈ സംശയമായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നതോ മതിൽ ചാടി കിടക്കുന്നതായിട്ട് അവർ കണ്ടെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ പിള്ളേർ സ്കൂളിൽ പോകണ ഒരു സമയമുണ്ട്. ഇവിടെ ഈ പരിസരത്തുള്ള എല്ലാ കുട്ടികളും ഈ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ വരും. അപ്പം മോനുമായിട്ട് പൂപ്പിക്കുട്ടനുമായിട്ട് ഭയങ്കര കൂട്ടവരെല്ലാവരും. അപ്പോൾ അവൻ അതിലൊക്കെ 1-2 പിള്ളേരുണ്ട്, രോഹിത്ത്, തമ്പുരുമൊക്കെ. അവർ പിള്ളേർ സ്കൂൾ വിട്ടുന്ന സമയത്ത് അവർ സ്കൂളിൽ ബാഗ് വെച്ചിട്ട് ഓടി വരും, ഇവരുടെ അടുത്തേക്ക് വരും. അപ്പം അങ്ങനെ ഞങ്ങളില്ലാന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ആ കൊച്ചു വന്ന് നോക്കിയപ്പോൾ പൂപ്പീനെ കണ്ടിട്ട് പേടിച്ചു പോയി. അപ്പോൾ അവൻ ചെന്നിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി തന്നെയാണ്, ആ ലോകത്തല്ലേ. അപ്പോൾ ഇങ്ങനെ പൂപ്പിക്കൂട്ടനെ കണ്ടിട്ട് പേടിച്ചു പോയെന്ന് കൊച്ചു വന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇങ്ങനെയായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്ന് അവർ പിന്നീട് പറഞ്ഞു. അവൻ സ്കൂൾ വിട്ട് വരുന്നത് 4:15-4:30 കണ്ട. ആ സമയത്ത് 4 മണിക്ക് ഇടയിലായിരിക്കും ഇത് സംഭവിച്ചതെന്ന് തോന്നുന്നു അല്ലേ? അതെ, ആ സമയത്ത് കൊച്ച് തമ്പുരു വന്ന് നോക്കിയപ്പോൾ അവനെ കണ്ടു പേടിച്ചിട്ട് അവൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് നടന്നിട്ടിരിക്കാം. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ 5 മണിയായില്ലേ. അപ്പോൾ അത്രയും നേരം കുഞ്ഞ് വേദന തിന്ന് കിടന്ന് കാണും. എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായും. കാരണം മനുഷ്യനാണേലും മൃഗമാണേലും ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. അത് നമ്മുടെ കയ്യിൽ വന്ന് പെട്ടുകൊണ്ട് ഈ അപ്പൻ്റെ അമ്മയുടെയും കൂടെ വന്നുകൊണ്ടാണ് എനിക്കിത് വന്നതെന്ന് ഇനി ആ പട്ടിക്കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അവൻ്റെ അവകാശം നേടിയെടുത്ത് കൊടുക്കാൻ നമ്മൾ കൂടെ നിൽക്കും. ശ്രീജ, അതാണ് ഈ വളർത്തുമൃഗങ്ങളുള്ള എല്ലാവർക്കും ഈ കുടുംബത്തിൻ്റെ നയനയുടെ വിഷമം മനസ്സിലാകും. നമ്മളെയൊക്കെ വളർത്തുമൃഗങ്ങളുള്ളത് നമ്മുടെ വീട്ടിലെ സ്വന്തം അംഗത്തെ പോലെ, നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെയാണ് അതിനെ നോക്കുന്നത്. നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകുമോ അതേ സാഹചര്യമാണ് ഈ വളർത്തുമൃഗത്തിനും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും ഈ ക്രൂരത ചെയ്തത് ആരായാലും അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് നയനയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം. അതിനുവേണ്ടി പുത്തൻകുരിശ് പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. പോലീസ് ഇവരെ വിളിച്ചിട്ടുണ്ട്. ഇവർ പറയുന്ന ഒരു സംശയം തോന്നുന്ന ഒരു അയൽക്കാർക്കെതിരെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അവരെയും ഇന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്തായാലും ആരാണ് ഈ ക്രൂരത ചെയ്തതെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബം പറയുന്നത്. വലിയ വേദനയോടുകൂടി തന്നെയാണ് ആ നായ്ക്കുട്ടീനെ നമുക്കിപ്പോൾ കാണിക്കാൻ കഴിയില്ല. അത് വേദന കൊണ്ട് അകത്ത് കിടക്കുകയാണ്, അതിനെ കട്ടിൽ കിടത്തിയിരിക്കുകയാണ്, അത് ഉറങ്ങുകയാണ്. വലിയ പേടിച്ചാണ് അത് ഇരിക്കുന്നതെന്നാണ് കുടുംബം പറയുന്നത്. ശ്രീജ. ശരി നവമി, നയന കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ എൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. കാരണം നയനയുടെ ആ അവസാനത്തെ വാചകം വളരെ ഹൃദയത്തിൽ കൊള്ളുന്നതായിരുന്നു. ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ട് മാത്രം അതിനിങ്ങനെ വന്നെങ്കിൽ അതിൻ്റെ അവകാശത്തിന് വേണ്ടി നമ്മൾ നിൽക്കണ്ടേ എന്ന ചോദ്യം ഏതൊരു ഇങ്ങനെ വളർത്തുമൃഗങ്ങളുള്ള ആർക്കും അത് വളരെ അധികം ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ചെറിയ നായ്ക്കുഞ്ഞിന് 3 മാസമേ പ്രായമായിട്ടുള്ളൂ.
പൂപ്പിക്കും ഒപ്പം പൂപ്പിയുടെ കുടുംബത്തിന് നീതി കിട്ടണം. ആരിങ്ങനെ ഒരു ക്രൂരത ചെയ്താലും അവർ നിയമത്തിൻ്റെ മുന്നിലേക്ക് വരികയും വേണം. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പുത്തൻകുരിശിലെ നയനയുടെ വീട്ടിൽ നിന്ന് 3 മാസം മാത്രം പ്രായമുള്ള നായ്ക്കുഞ്ഞിന് നേരെയാണ് ഇങ്ങനൊരു അതിക്രമം ചെയ്തത്. കെമിക്കൽ ലായനി അതിൻ്റെ ശരീരത്തേക്ക് ഒഴിച്ചു എന്നതാണിപ്പോൾ പ്രാഥമികമായി മനസ്സിലാവുന്നത്. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റു വാർത്ത